ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സദ്യ ഐറ്റം തന്നെയാണ് കേട്ടോ. ഓണത്തിന് നമ്മൾ കുറുക്ക് കാളനും കായ ചിപ്സൊക്കെ ഉണ്ടാക്കുമല്ലോ, അന്നേരം അതിൻ്റെ തൊലി നമ്മൾ യൂസ് ചെയ്യത്തില്ല. ആ തൊലി വെച്ചിട്ട് നമുക്ക് തോരനോ മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ അവിയലിൻ്റെ അകത്തൊക്കെ ചേർക്കാൻ നല്ലതാട്ടോ. അപ്പോൾ അതുപോലെ ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്, കായത്തൊലി വെച്ചിട്ട് മെഴുക്കുവരട്ടി. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കായ ചിപ്സ് ഉണ്ടാക്കാനും കാളം കുറുക്കാനൊക്കെ എടുത്തല്ലോ, ആ കായയുടെ തൊലിയാണ്. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലത്തെ കായത്തൊലി വെച്ചിട്ട് നമുക്ക് തോരനോ മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ അവിയലിൻ്റെ അകത്തൊക്കെ ചേർക്കാനോ ഒക്കെ നല്ലതാട്ടോ. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിക്കാം. കായയുടെ തൊലി വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതിൽ കറയൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് കണക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കായയുടെ നെകക്കെയാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ആകെ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് വെന്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ കായത്തൊലിയിലെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കായത്തൊലി ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. ഇതിലേക്ക് 6 ചുമന്ന ഉള്ളി ചതച്ചെടുത്തത്, എരിവിന് ആവശ്യമുള്ള മുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഉള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കായത്തൊലി ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേണം. ഇത് മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ സദ്യ സ്പെഷ്യലായിട്ടുള്ള കായത്തൊലി മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരുമല്ലോ, ആ ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.